ഒന്ന് നമ്മൾ സംഭവം കാണിച്ചു തരാം. ഇതാണ് സംഭവം. നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടി നല്ല തേക്കിൻ്റെ മരമൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ ചിലവ് ചുരുങ്ങുക, അത്രയൊന്നും ചിലവ് വരാതെ വെക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ലൈഫ് ടൈം ഗ്യാരണ്ടിയോട് കൂടി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് WPCൻ്റെ ജനൽ, WPCൻ്റെ വാതിൽ കേട്ടോ. ഏകദേശം ഒരു മലേഷ്യൻ രീതികൾ വെക്കുന്ന ആ ഒരു ചിലവിൽ ഒരു കാലത്തും കേട് വരാതെ ലൈഫ് ടൈം ഗ്യാരണ്ടിയോട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് WPCൻ്റെ ജനലായാലും വാതിലായാലും. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയൊരു വീട്ടിലാണ്, ഇത് താനൂരാണ് ഈ ഒരു വീട്. 3 സ്റ്റാർ ഏജൻസിൻ്റെ സുരേഷിൻ്റെ വീടാണിട്ടത്. അപ്പോൾ ഈ ഒരു വീടും കുറച്ച് പരിചയപ്പെടുത്തി തരാം. ഇവിടെ വെച്ചിട്ടുള്ള WPCൻ്റെ ജനൽ വാതിൽ ഇത് എവിടെ നിന്നാണ് എടുത്തത്, ഏതാണ് ബ്രാൻഡ്, ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പണി നടന്നുകൊണ്ട് കേട്ടോ. അതായത് നമ്മളെ WPCൻ്റെ ഒരു വാതിൽക്കെട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. സാധാരണ വാതിൽക്കെട്ടിനായിട്ട് കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുണ്ട് കേട്ടോ. ഏകദേശം 8 അടി വലിപ്പമുള്ള വാതിൽക്കെട്ടിലാണ് അവിടെ വെക്കാനുള്ളതാണിത്. അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു ബാത്റൂമിൻ്റെ വാതിൽക്കെട്ടിൽ ഇവിടെ വെച്ച് പകുതി പണിയായിട്ടുണ്ട്. ഇതൊക്കെ വെക്കണ സമയത്ത് സാധാരണ നമ്മൾ മരത്തിൻ്റെ വാതിൽക്കെട്ടിൽ എങ്ങനെ വെക്കണം അതേ മെത്തേഡിലാണ് ഇത് വെക്കുന്നത്. സാധാരണ നമ്മൾ ക്ലാമ്പ്, അവിടെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തൊക്കെ ക്ലാമ്പിന് തുളച്ച് ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സിമെൻറ്റ് വെക്കാനുണ്ട്, ഇവിടെയൊക്കെ സിമെൻറ്റ് തേച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതേപോലെ തന്നെ മുകളിലൊരു പിന്തല വരുന്നുണ്ട്. അവിടെയൊക്കെ സാധാരണ നമ്മൾ സിമെൻറ്റിൽ മരത്തിൻ്റെ എങ്ങനെയാണോ വെക്കണേ അതേപോലെ തന്നെ. അപ്പോൾ 2 ക്ലാമ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാമ്പ് ഇവിടെയും ഒരു ക്ലാമ്പ് താഴത്തും വെച്ചിട്ടുണ്ട്, മുകളിൽ പിന്തലുണ്ട്. ഈ വാതിൽക്കെട്ടിൽ അവിടെ വെക്കാനുള്ളതാണ്. അതേപോലെ തന്നെ വലിയൊരു വിൻഡോ ഇവിടെ ബേ വിൻഡോ ആയിട്ട് വരുന്നത്. ഈ ഒരു ബേ വിൻഡോയിലേക്ക് വെക്കാനുള്ളൊരു വിൻഡോ ആണിത്. ഇത് 4 പിന്തല വരുന്നുണ്ട്. അതിനും ഇവിടെ നടുക്ക് ക്ലാമ്പ് കൊടുക്കും കേട്ടോ. അപ്പം ആ രീതിയിലാണ് വെക്കുന്നത്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ വെച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഹെവി വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഇത് പല ആൾക്കാരും സംശയങ്ങളൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ സാധാരണ മരത്തിൻ്റെ ഇത് വെക്കുന്ന സമയത്ത് ബെൻഡാവും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു വിധത്തിലുള്ള ബെൻഡും ഇതിന് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലൊന്നും ലഭിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഡെൻസിറ്റി കൂടിയിട്ടുള്ള കേബോർഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ WPC ആണ് ഇവിടെ ഈ ഒരു വീട്ടിൽ മൊത്തമായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഫ്ലോറസ്റ്റ് ആയാലും കേബോർഡ് ആയാലും ഏറ്റവും ടോപ്പ് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ 2 കമ്പനിയാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ, അവിടെയുള്ള വുഡ് ലുക്ക് ട്രേഡിംഗ് കമ്പനി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ഓതറൈസ്ഡ് ഡീലർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 2 കമ്പനീൻ്റെ വളരെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു WPC എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റി തന്നെയാണ്. അപ്പോൾ നല്ല ഡെൻസിറ്റി ഉള്ള വാതിലോ അതിൽ ജനലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ഒരു കുഴപ്പം വരില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ പുറത്താണ് ഇത് വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം വെയിലും ഇതൊക്കെ പറ്റുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ഒരു കാലത്ത് ഒരു ബെൻഡോ കാര്യങ്ങളൊന്നും വരില്ല. സാധാരണ നമ്മൾ മരത്തിന് വെക്കുന്ന പോലെ ക്ലാമ്പ് വെക്കണോണ്ട് തന്നെ ഒരു കുഴപ്പം ഇതിന് വരില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ തന്നെ WPCൻ്റെ വാതിൽ ജനലൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെക്കട്ടോ, ഒരു കുഴപ്പമില്ല ഇതിന്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ഒരു സൈറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മഡ് ബ്രിക്ക് കൊണ്ട് പടവ് ചെയ്തിട്ടുള്ള സൈറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവരെ എടുത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല മെറ്റീരിയൽ കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല രീതിയിൽ തന്നെ അവർ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ആശാരി വർക്കൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. അത് ചെറിയ ഇവിടെ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കേണ്ട പരിപാടികളുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും വിദഗ്ധ തൊഴിലാളികൾ നമ്മളെപ്പോലത്തെ ആളുകൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാമ്പൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു തരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല, ഇതിന് ബെൻഡായി പോകുന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ഡെൻസിറ്റി ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന സമയത്ത് അധികം ആൾക്കാരും പറയുന്നത് ഇവിടെ ബെൻഡാവും, ഇത് ബെൻഡാവുന്നതാണ്. അപ്പോൾ ഏതൊരു മെറ്റീരിയലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും നല്ല മരമാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാലം വെയിലും ഉണ്ടായാലും ആ ബെൻഡും കാര്യങ്ങളൊക്കെ വരും. അപ്പം അതുപോലെ തന്നെ ഇതിന് ക്ലാമ്പും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ബെൻഡ് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളിത് വെക്കുന്ന സമയത്തൊക്കെ തേക്കുന്ന സമയത്തൊക്കെ ഇതിൽ കുറച്ച് സിമെൻറ്റൊക്കെ ആവും. സാധാരണ മരത്തിലാവണ സമയത്ത് അത് പെയിൻറ്റിങ്ങുകാർക്ക് വലിയൊരു പണിയായിട്ടാണ് വരാറുള്ളത്. ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല മിനുസാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഒന്ന് തുടച്ചാൽ തന്നെ ഇതിൻ്റെ മുകളിൽ അതിപ്പോൾ വെക്കുന്ന സമയത്ത് ഇന്നായതാട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാൻ പറ്റും എന്നുള്ള ഒരു മേന്മ കൂടി ഇതിനുണ്ട് കേട്ടോ. മരം കാണുന്നുണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ ഇട്ട് വരച്ച് ഒരുപാട് ബുദ്ധിമുട്ടാകാറുണ്ട്. ഇത് നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ സമയത്തും ഇത്രയും നല്ല ഫിനിഷ് ആയതുകൊണ്ട് അധികം പെയിൻ്റ് ഒന്നും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരുപാട് പൊട്ടിയൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റും ഒരുപാട് കുറവ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് WPCൻ്റെ ഈ ഒരു ജനലും വാതിലൊക്കെ വെക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ WPCൻ്റെ ജനലും വാതിലൊക്കെ വെക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ വെച്ചോളി, ധൈര്യമായിട്ട് വെച്ചോളി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വുഡ് ലുക്കിൻ്റെ വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. ഇവിടെ വർക്ക് ഇവിടെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ചേട്ടാ നമസ്കാരം. അപ്പോൾ സംഭവം സുഖമല്ലേ പരിപാടി? നല്ല ഫിനിഷിങ്, അത് പ്ലെയിനർ അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അല്ലേ? ഇതേപോലെ തന്നെ നമ്മളെ മരത്തിൽ ചെയ്യുന്ന പോലെ തന്നെ തുളയ്ക്കുക, ആ സംഭവം കയറ്റുക. ഇതൊരു ജനലിൻ്റെ വർക്കല്ലേ. ഇവിടെ 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാർ സ്ഥിരമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജനലിൻ്റെ ഫ്രെയിം, അതിൻ്റെ ഡോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഷട്ടറിൻ്റെ ഫ്രെയിം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതുപോലത്തെ പീസുകളായിട്ടാണ് വരുന്നത്. ഇതിൽ ഈ ഒരു തുള ഇതുപോലെ തന്നെ ഈ ഒരു
കുടുംബമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ചെയ്യുന്ന പണി മാത്രമാണ് ഇവിടെ വരുന്നത്. ഇതേപോലത്തെ പീസായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ കാക്കഞ്ചേരി ഒരു അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ഫുള്ളായിട്ട് ബാത്റൂമിൻ്റെ ഡോറുകളാണ്. അതേപോലെ തന്നെ അവർ കാക്കഞ്ചേരി ഒരു വീടിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ജനലുകളൊക്കെ. അപ്പോൾ ആ രീതിയിലൂടെ വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തുളയ്ക്കാനൊക്കെ വളരെ സിമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ പൊടി വേസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് വരിക അല്ലേ. നമ്മളെ മരത്തിൻ്റെ ചിപ്പിൽ എന്തായാലും ഉണ്ടാവണേ അതിൻ്റെ വേറൊരു കളറാണെന്നുള്ളൂ ഏകദേശം അതേപോലെ തന്നെ. ആ മരത്തിൻ്റെ അതേ സംഭവം തന്നെ അല്ലേ. കുറച്ചും കൂടി മരത്തിനെക്കാട്ടി കുറച്ചുകൂടി പണിയെടുക്കാൻ സുഖമുണ്ട്, കുറച്ചുകൂടി ഓരോ ഉറപ്പുണ്ട്. ഉറപ്പ് കൂടുതലാണ് മരത്തിനാണ്ടി കുറച്ചുകൂടി ഹാർഡ് കൂടുതലല്ലേ. ഓ ശരി. അപ്പോൾ ഞാനിപ്പോൾ ഇത് വുഡ് ലുക്കിൻ്റെ ഓഫീസിലാണ്. ഓഫീസിൽ ഇവിടെ കുറേ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ രീതിയിലാണ് ഉണ്ടാവുക അത് പണി കഴിഞ്ഞാൽ. ഇതിപ്പോൾ പെയിൻ്റൊക്കെ ചെയ്ത് ഫൈനലായാലും ഈ ഒരു ലുക്ക് ഉണ്ടാവും കേട്ടോ. നല്ല മുന്നിലെ വാതിലാണിത്, തേക്കിൻ്റെ ലുക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പണി കഴിച്ചിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ ഫ്രെയിമും ഡോറൊക്കെ WPC കൊണ്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ ഒരു വിൻഡോ. അപ്പോൾ ഇതിൻ്റെ ഈ ഷട്ടറൊക്കെ ഇത്രയും വലിയ രീതിയിലുള്ളത് വേണമെങ്കിൽ എത്ര വലുത് വേണമെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. നല്ല രീതിയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. ഇതിന് കുത്തൽ ചെതൽ അതുപോലത്തെ ഉള്ള ഒരു സംഭവം വരുന്നില്ല. മരത്തിനെ പോലെ ചെതൽ പിടിക്കുക അങ്ങനത്തെ ഒന്നും വരുന്നില്ല, ബെൻഡ് വളവ് ഒന്നും വരുന്നില്ല. ആ രീതിയിൽ എത്ര വലിയ ഫ്രെയിം വേണമെങ്കിലും ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഏത് രീതിയിലുള്ള ലോ കോസ്റ്റ് മുതൽ ഇതുപോലെ പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള മുന്നിലെ ജനലും വാതിലൊക്കെ WPC കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ ബാത്റൂമിൻ്റെ ഡോറുകൾ, വിൻഡോകൾ, ഒറ്റക്കള്ളി വിൻഡോകൾ ഈ ഫൈനലായിട്ട് പെയിൻ്റൊക്കെ വരുമ്പോണ്ടല്ലോ നല്ല രീതിയിൽ നല്ല പ്രീമിയം ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ WPC എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഡെൻസിറ്റി നോക്കിയിട്ട് നല്ല കമ്പനി തന്നെ വാങ്ങി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വുഡ് ലുക്കിൽ ഫ്ലോറസ്റ്റ, അതുപോലെ തന്നെ കേബോർഡ്, അതുപോലെ തന്നെ നല്ല ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല കമ്പനീൻ്റെ സാധനങ്ങളാണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ വെക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.